തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ നടനും തമിഴക വെട്രിക്കഴകം നേതാവുമായി വിജയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പനയൂരിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ്, ഇന്നലെ ഈ വിഷയത്തിലുള്ള നിലപാട് ടിവിക്ക് വ്യക്തമാക്കിയിരുന്നു. വിജയുടെ കാഴ്ചപ്പാടുകൾ പിന്തുടർന്ന് അംഗീകരിക്കുന്നവർ ആയിട്ടുള്ളവരെ മാത്രമായിട്ടാണ് സഖ്യത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴുള്ള ഈ കൂടിക്കാഴ്ച അതേത് രീതിയിൽ വിലയിരുത്തണം റഹീസ്? ഗുഡ് ആഫ്റ്റർനൂൺ കീർത്തന. വിജയ് തൻ്റെ രാഷ്ട്രീയ ഗമനത്തിനുള്ള ആ ഒരു പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിർണായക നീക്കമാണ് നടത്തിയിരിക്കുന്നത്. കാരണം വിജയെ സംബന്ധിച്ച് അല്ലെങ്കിൽ TVK സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിക്ക് കേഡർമാരുണ്ട്, ഒപ്പം തന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പ്രധാനമായും മെനയേണ്ടത് തന്ത്രമാണ്. കാരണം അപ്പുറത്തുള്ളത് DMK ആണ്. DMK സംബന്ധിച്ചിടത്തോളം അവർ ഒരു വലിയ പഴയ പാർട്ടി, ഒപ്പം തന്നെ അതിൻ്റെ പ്രതാപമുണ്ട്, അധികാരമുണ്ട്, പലതരത്തിൽ ആവനാഴിയിൽ ഒരുപാട് അസ്ത്രങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അവരെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും വിജയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ കരുക്കൾ മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. പുതിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെനയണം. അപ്പോഴാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ കൂടി തമിഴക രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് വിജയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, വിജയുടെ ഒപ്പം കൂടിയിട്ടാണ്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് എത്തുന്നത്. ശേഷം വിജയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ജനറൽ സെക്രട്ടറി ആനന്ദ് ഒപ്പമുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ ഈ അടുത്തിടെയായി VCKയിൽ നിന്ന് TVKയിലേക്ക് വന്നിട്ടുള്ള ആദവ് അർജുനെയാണ് ഈ നീക്കത്തിനൊക്കെയും പിന്നിൽ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 2014 മോദിയെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ പിന്നീട് കോൺഗ്രസിന് വേണ്ടി, പല പ്രാദേശിക പാർട്ടികൾക്ക് വേണ്ടിയൊക്കെയും മികച്ച രീതിയിൽ കരുക്കൾ നീക്കിയിട്ടുള്ള തന്ത്രജ്ഞനാണ് ഇത്തരത്തിൽ പ്രശാന്ത് കിഷോർ. അതുകൊണ്ട് തന്നെ തമിഴക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അടുത്ത വർഷം ഒരു ഇലക്ഷൻ നടക്കുന്നു. അത് അതിപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കന്നി മത്സരത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ മികച്ച തന്ത്രങ്ങൾ മെനയാനായി വിജയുടെ കൂട്ടത്തിൽ ഒരാൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി കാണാനുള്ളത് ഏത് തരത്തിലായിരിക്കും TVK പ്രശാന്ത് കിഷോർ പരുവപ്പെടുത്തുക എന്നുള്ളതാണ്. TVK കൃത്യമായ ഒരു പരിവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ അവർക്ക് വേണ്ട തരത്തിൽ പദ്ധതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇനി മുന്നോട്ട് ഗമിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശാന്ത് കിഷോർ എത്തിയിരിക്കുന്നത്. ഇത് DMK സംബന്ധിച്ചും വെല്ലുവിളിയാണ്. നേരത്തെ DMKയുടെ പക്ഷത്ത് പ്രശാന്ത് കിഷോർ ഒരിക്കൽ നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായിരിക്കും അടുത്ത ഒരു വർഷം തമിഴക രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അതിൽ ആര് ജയിക്കും എന്നുള്ളതും വലിയൊരു സസ്പെൻസ് ആയിരിക്കും കീർത്തന. ശരി, അതെ. മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്ന പോലെ തന്ത്രങ്ങൾ മെനഞ്ഞ ഏത് രീതിയിലാകും ഇനി നടൻ ഒരു താരം എന്നുള്ള നിലയിൽ നിന്ന് രാഷ്ട്രീയ നേതാവിലേക്ക് ഇങ്ങനെ ഒരുക്കിയെടുക്കുക എന്നുള്ള കാഴ്ച അത് നമ്മൾ പല സിനിമകളിലൊക്കെ കാണാറുള്ളതാണ്. ഇപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് അവരെ ഒരുക്കിയെടുക്കുന്നുണ്ട്. സിനിമ സ്റ്റൈൽ തന്നെയാണ്. അതെ, സിനിമ സ്റ്റൈൽ തന്നെയാണ്. തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, അവരുടെ ഒരു താരാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ലെവലിലേക്കൊക്കെയാണ് അവർ പോവുക. വിജയാണെങ്കിൽ സാധാരണക്കാർ ചേർത്ത് പിടിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അത് നിർണായകമായൊരു കൂടിക്കാഴ്ച തന്നെയാണ് അവിടെ. മറ്റ് നടന്മാർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതുപോലെ, ഇപ്പൊ കമൽഹാസൻ രൂപീകരിച്ചതുപോലെയൊന്നും ആകില്ല എന്ന് തോന്നുന്നു. കാരണം വിജയ് ഇതിനു വേണ്ടി മാത്രമാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ലൈഫ് അതായത് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. സിനിമയിലേക്ക് ഇല്ല എന്ന് തന്നെ സമയം മുഴുവൻ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരാണ് കൂടുതൽ വരേണ്ടത്. എങ്ങനെയാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അത് കാത്തിരുന്ന് കാണാമെന്നേ പറയാനുള്ളൂ.